കേറാൻ ഇവിടെയല്ലേ കാലങ്ങട് കാല പിടിക്കുക. ഇന്ന് നമ്മള് പോണത് നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് അവിടേക്ക് പോണത്. ഇന്ന് എൻ്റെ സ്നേഹിതനും കൂടിയുണ്ട്, അദ്ദേഹം റെജി. ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. അപ്പൊ യാത്ര ആരംഭിക്കുകയാണ്. ഇത് ആണ് പാഴായി ജംഗ്ഷൻ. ഇത് നമ്മൾ ഈ പാഴായി ജംഗ്ഷൻ കൂടി ഊരകം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അതുവഴി നാലുമണിക്കാറ്റ് എന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടായിട്ട് പോണതാണ്. ആദ്യമായിട്ട് പോണതാണ്. ഈ വഴി കൊണ്ട് ഒരുപാട് പോയിട്ടുണ്ട്. നമ്മളെ പാലക്കടവ് റോഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊരകം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി കുഴപ്പമില്ല, തർക്കമില്ലാത്ത വഴിയാണ്. വീതി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും വഴി നല്ല വഴിയാണ്. അടുത്തുണ്ടായ റോഡല്ല, മുന്നേ ഉള്ള റോഡാണ്. പക്ഷെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വരണ വഴിയിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഓട്ട് കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പുതുക്കാട്. പക്ഷെ ഒക്കെ നാമാവശേഷമായി. ഇപ്പൊ അവിടെ ഇവിടെയും അതിന്റെ ആ പള്ളികൾ മാത്രം കാണാം. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്നാൽ ഇപ്പൊ അവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ട്. അപ്പൊ അതില് ഓട്ട് കമ്പനിയില് പല അലങ്കാര വസ്തുക്കൾ പോലെ ഒരുപാട് കളിമണ്ണിന്റെ ഒരുപാട് സാധനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അവിടെ അത് കാണാൻ പറ്റും. ഇപ്പൊ ആ റൈറ്റ് സൈഡില് ഇപ്പൊ സൺഡേ ആയ കാരണം കൊണ്ട് അത് ഓപ്പൺ ആണോന്ന് അറിയില്ല. നമ്മള് ഇതുവഴി പോകുമ്പോ കാണാറുണ്ട് ശില്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് ഭയങ്കര പ്രൗഢിയിൽ നിന്ന ഓട്ട് കമ്പനികളാണ്. ഈ വഴി കൂടെ തിരക്ക് കുറവാണ് നമുക്ക് പോവാനായിട്ട്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ്, കൃഷികളാണ് കൂടുതൽ. തെങ്ങ്, കവുങ്ങ്, ജാതി, അങ്ങനെ കാർഷിക മേഖലയാണ് കൂടുതലും. കേട്ടോ, ഈ റൈറ്റ് സൈഡിലാണ് നോക്ക്, റൈറ്റ് സൈഡിലാണ് നമ്മൾ പറഞ്ഞ ക്ലേ ആർട്ട് ഗാലറി. അത് നല്ല മനോഹരമായ സംഭവങ്ങളാണ് ഇവിടുന്ന് നമ്മൾക്ക് വാങ്ങണമെങ്കിൽ സാധിക്കുന്ന സ്ഥലമാണ്. ആർട്ട് ഗാലറിയാണ്. നമ്മള് ചേർപ്പെത്തി. ചേർപ്പ് വഴിയാണ് പോണത്. ആ നേരെ കാണുന്നതാണ് ചേർപ്പ് പള്ളി. നമ്മളിപ്പോ തൃപ്രയാർക്കുള്ള വഴിയാണ് കേട്ടാ. തൃപ്രയാർക്ക് ചേർപ്പെന്ന് തൃപ്രയാർക്കുള്ള വഴിയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് പുതുതായിട്ട് പണിത പാലാണ്. കുറെ നാള് ഈ റോഡ് ബ്ലോക്കായി കിടന്നായിരുന്നു. ബസ്സുകൾ ഒരു വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയില്. ഇത് ചിറക്കൽ ബ്രിഡ്ജ്. അതായത് തൃപ്രയാറ് പാലാണ് കേട്ടോ. ഇതാണ് കടന്നു കഴിഞ്ഞാല് അമ്പലമായി തൃപ്രയാർ അമ്പലം. ഇത് ആ റൈറ്റ് സൈഡ് നോക്കിയേ, ആ റൈറ്റ് സൈഡ് കാണുന്നതാണ് തൃപ്രയാർ അമ്പലം. അവിടെ ആ മീനൂട്ടൊക്കെ നടക്കണത്. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെയാണ് ആ മീനൂട്ട് നടക്കണത്. അവിടെ പള്ളിയോടം ഇറക്കണ സ്ഥലമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഇല്ലില്ല, അത് എന്തിന്റെന്നറിയില്ല. തൃപ്രയാറ് അമ്പല നടക്കിലെത്തിയിട്ടാണ് നമ്മളെ ഈ റൈറ്റ് സൈഡ്, ഈ മരത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് തൃപ്രയാറ് നടക്കിലേക്ക് അമ്പലത്തിൽ പോകുന്ന വഴി.
നമ്മള് അതും കടന്ന് നമ്മൾ മുന്നോട്ട് പോവാണ്. പുതിയ ടോൾ പ്ലാസയാണ്. നമ്മളെ തൃപ്രയാർ ഭാഗത്ത് നിന്ന് റേറ്റ് തിരിഞ്ഞ് പോരാണ്. ചാലായിട്ടില്ല, പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മധുരമില്ലാത്ത മധുരം കുറവിട്ടാ മതി. ബൂസ്റ്റ് ഉണ്ടാ? ഒരെണ്ണം ബൂസ്റ്റ്, 2 കാപ്പി, ഉള്ളിവട ഉണ്ട്. എടുത്തോട്ടെ ഏട്ടാ. അവിടെ ചേട്ടായി 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞതല്ലേ, അവിടേക്ക് പോണ. ഇവിടുന്ന് കുറച്ച് വഴിയുണ്ടാ? NH66 പണി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പണി കഴിഞ്ഞ ഭാഗത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഇത് പഴയ പാലത്തിൽ കൂടെ നമ്മൾ പോണേ. ഓവർബ്രിഡ്ജിന്റെ പാലം മുകളില് കൂടെ പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ചേറ്റുവ പാലമാണ്. 4 മണിക്കാറ്റ് വന്നു. ഇത് നമ്മളൊരു 500 മീറ്റർ കൂടി കഴിഞ്ഞാലേ ഈ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പൊ അവിടേക്കുള്ള വഴി തിരിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മള് കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ഥലം ഒന്ന് കാണാം. നമ്മുടെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം. അവിടുത്തെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി നമ്മുടെ ഓട്ടോ യാത്രയില് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കണേ. ഇവിടെ ഒരു പാലം ഉണ്ട്. 200 മീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്തായിരിക്കും. ചെറിയൊരു പാലം. മനോഹരമായ സ്ഥലമാണ് കേട്ടാ. 2 സ്ഥലം വെള്ളം. നമ്മള് 4 മണിക്കാറ്റ് എന്ന സ്ഥലത്തെ ചിൽഡ്രൻസ് പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മനോഹരമായ ഒരു ഇത് കണ്ടു. നമ്മളത് തിരിഞ്ഞൊന്ന് കറങ്ങി നോക്കാന്ന് വിചാരിക്കുകയാണ്. ഇതിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് വട്ടം കറങ്ങും. കുട്ടികൾക്ക് ഇതാണ്. നമ്മളും കുട്ടികൾ തന്നെയല്ലേ, കുട്ടികളാണ്. ഇനി അധികം വേണ്ട, അവിടെ നിൽക്കട്ടെ. അറിയില്ല ഇവിടത്തെ സ്ഥലം. ഇപ്പൊ നമ്മൾ വന്നപ്പോ ഒരു 3:30 നമ്മളിവിടെ എത്തി. അപ്പോ ഇവിടെ ചാലുവാണ്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പേരുണ്ട്. ഇവിടെ വെള്ളമൊക്കെ കായലാണ്. അപ്പോൾ ആ കരയോട് തൊട്ട് തന്നെ ആണ് വെള്ളം നിൽക്കുന്നത്. മനോഹരമായൊരു സ്ഥലം, കുട്ടികളൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലം കയാക്കിങ്ങിന് അപ്പുറത്ത് പോവാന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്ക് ഇന്ന് ഇറങ്ങി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അപ്പോ അപ്പൊ ഓക്കെ. വേണ്ട മതി, തലൊക്കെ വട്ടം കറങ്ങും. അപ്പൊ ഓക്കെ, നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ ഇറങ്ങാം കേട്ടോ. ഞാൻ ആദ്യം ഇറങ്ങാം. സകല മനം പോയി. ആ 4 മണിക്കാറ്റ്, ചാവക്കാട്, തൃശ്ശൂര്.
ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഇവിടെ നല്ല വെയിലാ. ഇത് വെയിൽ ഒന്ന് ആറിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ചെറിയ തുഴഞ്ഞു പോണ വഞ്ചികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫൈബർ വള്ളങ്ങള്. നല്ല വെയിലാണ്. അപ്പൊ അവിടെ കയാക്കിങ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോവാം. നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ആണ്, വൈകിട്ട് സമയമാകുമ്പോ കുറച്ചും കൂടി തിരക്കാവും ഇവിടെ. കോഫി പീടിയ കണ്ടെയ്നറില് ചായക്കട ഉണ്ടായിരിക്കുന്നേ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലേ സോൺ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ്. ജർമ്മനി, പോർച്ചുഗല്. ഇവിടെയാണ് കയാക്കിങ്. ഈ വഴിക്ക് പോണം. ഇതാണ്, നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മളിപ്പോ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ കയാക്കിങ് ഉണ്ട്. അപ്പൊ അത് കയാക്കിങ്ങിൽ കയറാൻ പോവാണ്. കയറല്ലേ നമ്മള്? ഇത് തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ 45 മിനിറ്റിന് 30 രൂപ. ഇന്ന് നമുക്ക് 30 മിനിറ്റ് ഉണ്ട്. 150 രൂപ. ഞായറാഴ്ച ശരി പെർ ഹെഡ് 150 രൂപ. ശനി ഞായർ 30 മിനിറ്റ് ഉള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെയാണെങ്കിൽ 45 മിനിറ്റ് കിട്ടും. എൻജോയ് ചെയ്യാം. ഓക്കെ. തുഴയറിയില്ലേ? അത് നടുക്ക പോയി വട്ടം കറങ്ങരുത് കേട്ടാ. ഇതിലാ. അപ്പൊ നമ്മള് കേറാൻ ഇവിടെയല്ലേ കാലങ്ങട് കാല പിടിക്കാ. ഇനി അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായി. ഇടത് മാത്രമേ വലത്തോട്ട്. വരൂ. അപ്പൊ നമ്മള് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് കയാക്കിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടാ. അതിമനോഹരമായ സ്ഥലമാണ്. വെയിലുണ്ട്. അപ്പൊ നമ്മളെ എന്താ തുഴഞ്ഞ് പോവാണ്. അതിമനോഹരമായ സ്ഥലാട്ടാ. നമ്മൾ തുഴഞ്ഞില്ലെങ്കിൽ കാറ്റത്ത് പതുക്കാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇളം കാറ്റടിക്കുന്നുണ്ട്. വെയിലൊന്നും അതൊരു പ്രശ്നമല്ല. നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മെല്ലെ തുഴഞ്ഞു കൊടുത്താൽ ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് ഇത് തുഴഞ്ഞ് അറ്റം വരെ പോയിട്ട് വരാം. വെള്ളം തെറിപ്പിക്കില്ലേ പ്രണവേ? ഇതാ ഞങ്ങള് 2 പേരും ഒരുമിച്ച് പോണിട്ടാ. നമ്മളങ്ങനെ വന്ന് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നേരെ മുന്നിലോട്ട് നോക്കിയാൽ കാണാം വലിയൊരു വള്ളം. നമ്മള് ആ വെയിൽ കാരണം ഇതില് കയറാതെ നിന്നതാണ്. പക്ഷെ കയറിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. നല്ല അതിമനോഹരമായ സ്ഥലം. ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോകാനായിട്ട് നല്ല എൻജോയ്മെന്റ് ആണ് ഇവിടെ. വരുന്നതൊരു നഷ്ടാവില്ല. നമ്മൾ റെക്കോർഡ് ചെയ്ത മൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങ് ദൂരെ നമ്മുടെ കെയർ ചെയ്യാൻ വരുന്ന ഒരു പയ്യനാണ്. നമ്മുടെ പുറകെ തന്നെ അവരുണ്ടായിരിക്കും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്. അവർ നമ്മൾ ഡേഞ്ചറായ സ്ഥലങ്ങളിലേക്കൊന്നും വിടാതെ അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അവിടെ ദൂരെ നോക്കുമ്പോൾ നമ്മളൊരു പരിചയമുള്ള മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒന്ന് കുറച്ചുകൂടി അടുത്ത് വന്നാൽ അത് വ്യക്തമാവും. അതെ, നമ്മുടെ അടുത്തുള്ള കനകമലയുള്ള കുട്ടികളാണ്. അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. അവർ നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട്. ഇതാ നമ്മളെ വട്ടം കറങ്ങി ഈ സൈഡിലേക്ക് തന്നെ വരുന്നുണ്ട്. അവർ അതാ അവിടെ എത്തി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ. അതെ, നമ്മുടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. ഇതിപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് നമ്മളൊക്കെ കെയർ ചെയ്യാൻ വന്ന പയ്യൻ.
അപ്പോൾ നമ്മൾക്ക് ഇവിടെ സമയക്രമങ്ങളൊക്കെ നമുക്ക് പറയുകയാണ്. അപ്പോൾ ഇവിടെ അരമണിക്കൂറാണ് ഇപ്പോൾ ശനി ഞായറൊക്കെ നമ്മൾക്ക് തരുന്നത്. ഇട ദിവസങ്ങളിലാണെങ്കിൽ അത് 45 മിനിറ്റ് വരെ നമുക്ക് തരും. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ടുള്ള കയാക്കിംഗ് ഉണ്ട്. 6 മണിക്കുണ്ട്, 7 മണിക്കുണ്ട്. അത് പെർ ഹെഡ് ഒരു 500 രൂപയാണ് വാങ്ങണേ. അത് ഉള്ളിലേക്കൊക്കെ കയറി പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അരമണിക്കൂർ എൻജോയ് ചെയ്തു. ഞായറാഴ്ച അറൗണ്ട് അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് 3/4 മണിക്കൂർ കിട്ടിയാണ്. നമ്മൾ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഗാർഡനിൽ പോയി, അത് കഴിഞ്ഞ് കയാക്കിങ്ങിന് പോയി 1/2 മണിക്കൂർ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഒരു ഓട്ടോറിക്ഷ കടന്നു വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു വണ്ടി പോവുള്ളൂടാ ഈ പാലത്തിലൂടെ. അപ്പൊ ആ വണ്ടി ഇങ്ങനെ കടന്ന് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മള് 4 മണിക്കാറ്റിനോട് ഇവിടെ പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മള് തിരിച്ചു പോരാണ്. അപ്പോ കാലാവസ്ഥ അനുകൂലമായിരുന്നു. വരണ വഴിയിൽ കുറച്ച് മഴ ചാറിയെങ്കിലും ഇവിടെ മഴയൊന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് നല്ലോണം തന്നെ എൻജോയ്മെന്റ് കിട്ടി. സൂപ്പറാണ്. ആൾക്കാർ വന്ന് വരണോണ്ട് 7 മണി വരെ ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് പരിപാടിയാണ്. ജയഞ്ഞാണ്ട ഒരു സെലക്ഷൻ അടിപൊളിയായിട്ടാ. ജയഞ്ഞാണ്ട ചെലവില് ഞങ്ങൾ വന്നത് വളരെ വളരെ നല്ലത്. അടുത്ത് ചായ കുടിക്കുന്നു. എന്തായാലും ഒരാള് നമ്മുടെ ഒരു സ്നേഹിതനെ കൂടെ കൂട്ടിയിരുന്നത് എന്തായാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ആള് ചെലവ് ചെയ്യാണ്ടിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. അതിലാണ് ഇന്നത്തെ ഓട്ടോ യാത്രയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.